ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയാലോ? നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇതുപോലെ ഒട്ടിക്കുക. കട്ട് ചെയ്ത ചാർട്ട് പേപ്പർ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. രണ്ട് സൈഡും പേപ്പർ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുക. അതിനുശേഷം ഷൈനിങ് ഷീറ്റ് എടുത്ത് അതിനെ പൊതിഞ്ഞെടുക്കുക. രണ്ട് ഭാഗങ്ങളും പേപ്പർ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഒരു കളർ ഷീറ്റ് എടുത്ത് ഇതുപോലെ അളന്നെടുക്കുക. അളന്ന ഭാഗം മാർക്ക് ചെയ്യുക. ഒരു സ്കെയിൽ വലുപ്പത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. ആ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നിശ്ചിത വലുപ്പത്തിൽ ഒരേ വലുപ്പമായിരിക്കണം ഇതുപോലെ ആ രണ്ട് വരക്കിടയിൽ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് രണ്ട് സ്കെയിൽ വലുപ്പത്തിൽ രണ്ട് സ്കെയിൽ ഇതുപോലെയുള്ള രണ്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതേ രൂപത്തിൽ തന്നെ ഇതുപോലെ വേറൊരു ഭാഗം കൂടി മടക്കിയെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്യുക. ഇത് 4 ഭാഗങ്ങളും തുല്യമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഒരേ രൂപത്തിൽ ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇതിന് ഓരോ പീസായിട്ട് എടുക്കുക. ഇതുപോലെ മുറിച്ചിട്ട് ഓരോ പീസാക്കുക. അതിനുശേഷം ഇതുപോലെ റോളായിട്ടുള്ള ഒരു വസ്തു, പൈപ്പായാലും പ്രശ്നമില്ല, വേറെ ഏതായാലും പ്രശ്നമില്ല. എന്നിട്ട് രണ്ടറ്റവും ഒരുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഈ പേപ്പർ ഒട്ടിച്ചെടുക്കുക. മറ്റു ഭാഗങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മോഡലിലേക്ക് പേപ്പർ ടാപ്പ് ഓപ്പോസിറ്റായിട്ട് ഒട്ടിക്കുക. ഒട്ടുന്ന ഭാഗം പുറത്തോട്ടും ഒട്ടാത്ത ഭാഗം അകത്തോട്ടുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. നേരത്തെ ചെയ്തു വെച്ച ഈ ഷേപ്പ് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അത് മുഴുവൻ ഒട്ടിക്കുക. ഒരു സ്കെയിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഇതുപോലെ കുറച്ച് കട്ട് ചെയ്ത് എടുക്കുക.
ഈ കട്ട് ചെയ്ത ഭാഗം ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ സ്റ്റാർ വരക്കുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ വരക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ബോർഡർ ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിക്കുക. മറ്റു ഭാഗം കൂടി ഇതുപോലെ ഒട്ടിക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത്ര വലുപ്പമാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വരെ ഇതുപോലെ കട്ട് ചെയ്യുക. ഇത് കത്രിക കൊണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒട്ടിക്കുക. ഇതുപോലെ പശ ഇടുക. മുത്ത് ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആവശ്യമാണെങ്കിൽ ഇത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് പോലെ ചെയ്യുക. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.